വനിതാ സംവരണ ബില്ലിലെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കോൺഗ്രസും സിപിഐയും മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയ പ്രധാനമന്ത്രിക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. പ്രധാനമന്ത്രി ദൂരദർശനിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണെന്ന് അനിൽ അക്കര നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സന്തോഷ് കുമാർ എംപിയും പറഞ്ഞു. ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് 5 സംസ്ഥാനങ്ങളിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഗ്രോസ് വയലേഷനാണ്. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് സൻസദ് ടിവിയും ദൂരദർശനും ആകാശവാണിയും ഒക്കെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ പാർട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ വിമർശിക്കാൻ സാധിക്കുന്നത്? പ്രധാനമന്ത്രി വളരെ ഗുരുതരമായൊരു ലംഘനം നടത്തി. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ CPIM ഉള്ള നിലയിൽ ഈ കാര്യം ഈ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ ലംഘനമാണ് എന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കാലത്ത് തന്നെ ആ കത്ത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ജെയ്സൺ ചമവളപ്പിലും നോബൽ മാരിക്കാരനും തത്സമയം ചേരുന്നു. ജെയ്സൺ ചമവളപ്പിൽ, ഇന്നലെ ദൂരദർശനിലൂടെ പ്രധാനമന്ത്രി നടത്തിയ രാജ്യത്തോടുള്ള അഭിസംബോധന യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് സമയത്തെ ഒരു രാഷ്ട്രീയ പ്രസംഗമായി മാറി. കോൺഗ്രസിനെ കുറിച്ച് 10-20 തവണ അതിൽ പരാമർശിക്കുന്നുണ്ടായിരുന്നു. വളരെ രൂക്ഷമായ രീതിയിൽ മോശമായ ഭാഷയിലാണ് കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. രൂക്ഷമായിട്ടുള്ള ആക്രമണമായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് ചൂണ്ടിക്കാട്ടിയാണോ അനിൽ അക്കര പരാതി നൽകിയിരിക്കുന്നത്? ജെയ്സൺ ചമവളപ്പിൽ. അനിൽ അക്കര നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ 2 സംസ്ഥാനങ്ങൾ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നു. മെയ് 6 വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ചട്ടം നിലനിൽക്കുകയാണ്. ഇതിനിടയിലാണ് പ്രധാനമന്ത്രി ഈ മണ്ഡലങ്ങളെ, ഈ സംസ്ഥാനങ്ങളെല്ലാം മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ രൂക്ഷമായ വിമർശനം നടത്തുന്നു. അതും കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, ദൂരദർശൻ ഉപയോഗിച്ച് നടത്തുന്നു. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നതാണ് പ്രധാനമായും അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്ന പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ചട്ടങ്ങളിൽ ലംഘനം എന്ന് മാത്രമല്ല, രാജ്യത്തെ നിയമങ്ങളോടുള്ള വെല്ലുവിളി കൂടിയാണെന്നുകൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ന് രാവിലെ അനിൽ അക്കര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത്. അരുൺകുമാർ. ഓക്കെ, നോബൽ മാരിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബൽ മാരിക്കാരനും CPIയും സമാന രീതിയിലുള്ള പരാതിയാണോ ഇലക്ഷൻ കമ്മീഷന് നൽകിയിരിക്കുന്നത്? നടപടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? അരുൺ, ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അനിൽ അക്കര നൽകിയതുപോലെ തന്നെ സമാനമായ പരാതിയാണ് CPIയും ഇപ്പോൾ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരിക്കുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനാണ് ഈ പരാതി ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ പരാതിയിലും ഉള്ള ആരോപണം എന്ന് പറയുന്നത് ദൂരദർശൻ, ആകാശവാണി, സൻസദ് TV തുടങ്ങിയ പ്രധാനപ്പെട്ട സർക്കാർ സംവിധാനങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന്റെ, പ്രത്യേകിച്ച് 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ട്. ഈ സമയത്ത് പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇങ്ങനെ രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട ആരോപണം, പരാതി. ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രസംഗം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ കൃത്യമായ ലംഘനമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കൃത്യമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരും ഈ പരാതി നൽകിയിരിക്കുന്നത്. CPIയുടെ ഭാഗത്ത് സന്തോഷ് കുമാർ MP ആണ് ഇപ്പോൾ ഈ പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിന് ഇപ്പോൾ അനിൽ അക്കരയാണ് നൽകിയെങ്കിൽ പോലും ദേശീയ തലത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്തേക്ക് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം TMC, സമാജ്വാദി പാർട്ടി, അതോടൊപ്പം തന്നെ DMK അടക്കമുള്ള കക്ഷികളും ഈ വിഷയത്തിൽ പരാതിയുമായി എത്തുന്നുണ്ട്. പരാതിക്ക് അപ്പുറം പ്രതിഷേധങ്ങളടക്കം ആലോചിക്കാനും ഈ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരമുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ നടക്കുന്ന തമിഴ്നാട്, പശ്ചിമ ബംഗാൾ തെരഞ്ഞെടുപ്പുകളെ മാത്രമല്ല, നടക്കാനിരിക്കുന്ന UP തെരഞ്ഞെടുപ്പിനെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിരന്തരം ഇതിൽ സമാജ്വാദി പാർട്ടിയുടെ അടക്കം പേര് പറഞ്ഞ്, അത് മാത്രമല്ല 59 തവണ കോൺഗ്രസിന്റെ പേര് പറഞ്ഞുകൊണ്ട്, കോൺഗ്രസിന്റെ പേരെടുത്ത് പറഞ്ഞ് ആക്രമണം നടത്തിയെന്നാണ് കോൺഗ്രസും ഇതിൽ ആരോപണം ഉന്നയിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാടിക്കാർ സ്വീകരിക്കും എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടതുമാണ്. അരുൺ. താങ്ക് യു. സന്തോഷ് കുമാർ MP ആണ് CPIക്ക് വേണ്ടി പരാതി കൊടുത്തിരിക്കുന്നത്. നടപടി ഉണ്ടാവുമെന്ന് കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ നിങ്ങൾ? എന്ത് നടപടി?